വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് വയനാട് സന്ദർശിച്ച മന്ത്രിസഭാ ഉപസമിതി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. വന്യജീവി പ്രതിരോധ നടപടികൾ നിരീക്ഷിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിക്കുമെന്നും മന്ത്രിമാർ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. 13 കോടി രൂപ കൂടി വന്യജീവി പ്രതിരോധത്തിന് വേണ്ടി നീക്കിവച്ചതായി മന്ത്രിമാർ അറിയിച്ചു. മുഖ്യമന്ത്രി ജില്ലയിലെത്താത്തതിൽ പ്രതിഷേധിച്ച് UDF മന്ത്രിമാരുടെ പരിപാടികൾ ബഹിഷ്കരിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വയനാടിന് ഇത് മതിയോ? വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ നടപടികൾ പര്യാപ്തമാണോ? ജനങ്ങളുടെ ഭീതി അകലുമോ? ജനങ്ങളുടെ ജീവന് എന്താണ് ഉറപ്പ്? ഈ ചർച്ചയിൽ ശ്രീ സംഷാദ് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ അലക്സ് ഒഴുകയിൽ കിഫയെ പ്രതിനിധീകരിച്ച്, ശ്രീ വിവേക് കെ വിശ്വനാഥ് വെഫയെ പ്രതിനിധീകരിച്ച്, ഫാദർ ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസ് എന്നിവർ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ സംഷാദ് മരക്കാർ, ഇന്ന് മന്ത്രിതല സംഘം വയനാട് എത്തുകയും ജനപ്രതിനിധികളുമായും ജനങ്ങളുമായും സംസാരിക്കുകയും ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ 26 തീരുമാനങ്ങൾ വയനാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അഭിസംബോധന ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മാറുമോ? ഏറ്റവും കുറഞ്ഞത് താൽക്കാലികമായുള്ള പ്രശ്ന പരിഹാരമെങ്കിലും ആവുന്നുണ്ടോ? ഒരിക്കലും ഒരു പരിഹാരവും ആവുന്നില്ല എന്നുള്ളതാണ് മന്ത്രിതല ഉപസമിതിയുടെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രഖ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം വയനാട് ജില്ലയിൽ നമ്മൾ ഫെബ്രുവരി 15-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വയനാട്ടിലെ ജനപ്രതിനിധികളായ ആളുകൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആവശ്യങ്ങൾക്ക് കൃത്യമായ പരിഹാരമുണ്ടാകുമെന്നും നടപടികൾ ഉണ്ടാകുമെന്നും എന്നാണ് നമ്മളോടന്ന് പറഞ്ഞത്. അതേ തീരുമാനങ്ങളാണ് ഇന്ന് ബത്തേരിയിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണെങ്കിലും ജനപ്രതിനിധികളുടെ യോഗത്തിലാണെങ്കിലും മന്ത്രിതല സമിതി അവതരിപ്പിച്ചത്. പക്ഷെ അതിൽ ആശയങ്ങളുണ്ട് എന്നതിനപ്പുറത്തേക്ക് തീരുമാനങ്ങളില്ല. ഇപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ നഷ്ടപരിഹാരം 10 ലക്ഷം രൂപ എന്നത് അപര്യാപ്തമാണ് എന്നും അത് പരമാവധി ഉയർത്തണമെന്നുള്ളൊരാവശ്യം നമ്മൾ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു. അതിൽ യാതൊരുവിധ തീരുമാനവും ഇന്നത്തെ മന്ത്രിതല സമിതി പറയുന്നില്ല. അതിനോടൊപ്പം വയനാട്ടിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, അതിലൊരു ചെറിയ സ്റ്റെപ്പ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ വന്യമൃഗ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് വയനാട്ടിൽ വിദഗ്ധ ചികിത്സ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിലെ പ്രൈവറ്റ് ആശുപത്രികൾ ഞങ്ങൾ ചികിത്സ തേടാറുണ്ട്. അപ്പോൾ വലിയ ഭീമമായ തുക വരും. പക്ഷേ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വനം വകുപ്പ് അനുവദിക്കാറില്ല. അപ്പോൾ അതിൻ്റെ മുഴുവൻ തുകയും സർക്കാർ വഹിക്കണമെന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. അത് ക്യാബിനറ്റിൽ വെക്കാമെന്നും അത് പരിഗണിക്കാമെന്നും പറഞ്ഞു. പക്ഷേ എത്ര തുക വരെ എന്നുള്ളതോ ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് കൃത്യമായി പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് ക്യാബിനറ്റിൽ വെച്ച് തീരുമാനിക്കപ്പെടുമെന്ന് വേണമെങ്കിൽ പറയാം. അതിനോടൊപ്പം തന്നെ വേറെ കുറേ കാര്യങ്ങൾ, നാടും വാടും വേർതിരിക്കുന്ന കാര്യങ്ങൾ, അതിനേക്കുള്ള കൂടുതൽ ഫണ്ട്, ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടതാണ്. അതിലൊന്നും ഒരു തീരുമാനവും പറയാതെ കേവലം വനംവകുപ്പ് മന്ത്രിക്ക് വയനാട്ടിൽ കാലുകുത്താൻ മറ്റു 2 മന്ത്രിമാരുടെ കൂടെ സഹായത്തോടു കൂടി ഒരു യോഗം നടത്തുകയും അതിൽ വളരെ ലളിതമായ ചില കാര്യങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, മറ്റും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങ് മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിന് ശേഷം മന്ത്രിതല സമിതി മരണപ്പെട്ട ആളുകളുടെ വീടുകൾ സന്ദർശിച്ചു. അവിടുത്തെ റെസ്പോൺസ് ഒരുപക്ഷെ മാതൃഭൂമിയിലും ഉണ്ടാകും. വളരെ പോസിറ്റീവായ റെസ്പോൺസ് അല്ല. ജനങ്ങൾ വളരെ മോശമായും വൈകാരികമായും അവരോട് പോലും പ്രതികരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 7 ദിവസം കഴിയുന്നു, കൂടിയാലോചനകൾ നടക്കുന്നു, അത് പ്രഖ്യാപിക്കാൻ വയനാട്ടിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. പിന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, അത് കലക്ടറും ഫോറസ്റ്റ് ഓഫീസർമാരും ജനപ്രതിനിധികളൊക്കെ ചേർന്ന് 2 ആഴ്ചയിൽ യോഗം കൂടുന്നൊരു മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് പറയുന്നത്. അതൊന്നും വയനാട്ടിൽ നമ്മളങ്ങനെ കാര്യമായി ആവശ്യം വാർഡ് തലത്തിൽ ജനകീയ സമിതി നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് നമ്മൾ തന്നെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞത്. വാർഡ് തലത്തിലെ പഞ്ചായത്ത് മെമ്പർമാരെ ഉൾപ്പെടുത്തി. അതൊന്നും സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയോ മറ്റു കാര്യങ്ങളോ ഉള്ളതല്ല. പിന്നെ ഇന്നിപ്പോൾ PRD ഇവിടെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു 13 കോടി രൂപ വനം വകുപ്പിന് അനുവദിച്ചു എന്നുള്ളത് മന്ത്രി ബത്തേരിയിൽ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു മാധ്യമത്തിൽ നോക്കിയപ്പോൾ കോട്ടയം, കൊല്ലം, കണ്ണൂർ തുടങ്ങിയ വിവിധ ജില്ലകളിൽ നിന്നും അധിക തുക ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നഷ്ടപരിഹാരം നാളിതുവരെ നൽകാത്ത ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി 13 കോടി രൂപ അനുവദിച്ചതെന്ന് പറയുന്നു. ഈ കാര്യമൊന്നും ഞങ്ങൾ ചർച്ചയിൽ പറയേണ്ട കാര്യമില്ല. കാരണം ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന വാച്ചറുടെ കാര്യം ഞങ്ങൾ എടുത്തു പറഞ്ഞതാണ്. അദ്ദേഹത്തിന് പകുതി പണമേ ലഭിച്ചിട്ടുള്ളൂ, പകുതി ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. പ്രജീഷിൻ്റെ കുടുംബത്തിന് തുക മുഴുവനായി ലഭിച്ചിട്ടില്ല. അവിടുത്തെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ പെർമനൻ്റ് ജോലി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ആവശ്യം ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ ഭാഗമായി
ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് മന്ത്രിതല സമിതി ഇവിടെ വന്നപ്പോൾ അതിനെക്കുറിച്ച് യാതൊരുവിധ കമൻറ്റും പാസ്സാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ചർച്ചയിൽ വലിയ പ്രതീക്ഷയോടുകൂടി പറഞ്ഞ കാര്യത്തിൻ്റെ നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു മീറ്റിങ്ങിൽ അതേ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പരിഗണിക്കാം, ശ്രമിക്കാം, കൊടുക്കാം, നോക്കാം എന്ന് പറയുന്ന ചില വാക്കുകൾ പറഞ്ഞ് മന്ത്രിതല സമിതി കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. വയനാട്ടിലെ ഒരു അന്തരീക്ഷത്തെ തൃപ്തികരമല്ല എന്നുള്ളതാണ് അവിടെ പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഞാൻ തീർച്ചയായും ഫാദർ ഫിലിപ്പ് കവീൽ, ഇപ്പോ വന്യജീവി മനുഷ്യ സംഘർഷം എന്ന് പറയുന്നത് വയനാട് ജില്ലയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. വയനാട്ടിലാണ് ഇപ്പോൾ അത് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത് എന്നേ ഉള്ളൂ. വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കൃഷിനാശവും ജീവനാശവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലും വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് സൗജന്യ ചികിത്സ എന്ന പ്രഖ്യാപനത്തിലും മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെൻറ് ഇനിയും ഗൗരവതരമായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഉദാഹരണത്തിന് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ കേട്ടത് മന്ത്രി MP രാജേഷ് പറഞ്ഞതായിട്ട് അറിഞ്ഞു. അതായത് ആ വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന പഞ്ചായത്തുകളിൽ ആ ആളുകൾക്ക് വളർത്തു മൃഗങ്ങളെ ഇനി കൊടുക്കണ്ട, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കണം. വളർത്തു മൃഗങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഈ വന്യമൃഗങ്ങളെ, ഈ വളർത്തു മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരില്ലല്ലോ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ എത്ര ബാലിശ്യമായ ഒരു ഫാദർ അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഉയർന്ന ഒരു നിർദ്ദേശം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തീരുമാനം, അതായത് വനാതിർത്തി പ്രദേശങ്ങളിൽ വളർത്തുമൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ വളർത്തുമൃഗങ്ങളെ വളർത്താൻ അനുവദിക്കില്ല എന്ന കാര്യത്തിലോ ഒന്നുമുള്ള ഒരു തരത്തിലുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ലെന്ന് മന്ത്രി തന്നെ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം. പക്ഷെ അങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിലുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിലുള്ള വിഷയം എന്താണ്? ഈ വനത്തിൽ വന്യമൃഗങ്ങൾക്ക് വേണ്ടത്ര ഭക്ഷണമില്ല, ജലമില്ല. അതിന് കാരണം എന്താണ്? എവിടെയാണ് നമ്മളിത് അന്വേഷിച്ച് പോകേണ്ടത്? സ്വാഭാവികമായിട്ടുള്ള വനത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള സ്വാഭാവിക കാടുകൾ ഇല്ലാതായിരിക്കുന്നു. അവിടെ വനത്തിൽ നിത്യഹരിത വനങ്ങളെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വനത്തിനുള്ളിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട തേക്കുകൾ, അക്കേഷ്യ, അതുപോലെയുള്ള കൃത്രിമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗവൺമെൻറ് വനം വകുപ്പ് തന്നെ നട്ടുപിടിപ്പിച്ച് ഇത്തരം വൃക്ഷങ്ങളാണുള്ളത്. അതുകൊണ്ട് അടിക്കാടുകൾ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണമോ വെള്ളമോ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു കാരണം. പിന്നെ മൃഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. അതിനുള്ള പരിഹാരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ വനാതിർത്തിക്കുള്ളിൽ വന്യജീവികളെ നിർത്താൻ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ പട്ടാളക്കാർ തോക്കും പിടിച്ച് നിൽക്കുകയും വലിയ മതിലുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. എന്തിനാണ്? ശത്രുക്കൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യരെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കുവാനുള്ള സംവിധാനം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ചെറിയ ചെറിയ ചെപ്പടി വിദ്യത കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മളെന്തേ മനസ്സിലാക്കാത്തത്? അതുപോലെ ഇതുവരെ നമ്മുടെ മന്ത്രിമാർ 3 പേര് ഇന്ന് പോയത് നല്ല കാര്യം, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനു മുമ്പ് ആകാമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ കത്തോലിക്ക കോൺഗ്രസ് പലതവണ ഉയർത്തിക്കൊണ്ടുവന്നതാണ്, മറ്റ് സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അഭിലാഷ് സാർ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഉദാഹരണത്തിന് കാസർഗോഡ് മേഖലയിൽ പന്നി ആക്രമിച്ച ആ ആൾ ഇപ്പോഴും കാഞ്ഞങ്ങാട് ആശുപത്രി കിടക്കുകയാണ്. ഇവിടെ ഇരിട്ടി മേഖലകളിൽ പല സ്ഥലങ്ങളിൽ കാട്ടുപന്നി ആക്രമിച്ചിട്ടുണ്ട്, കാട്ടുപോത്തിറങ്ങി ഭീതി പരത്തിയിട്ടുണ്ട്, കടുവ, പുലി എന്നിവയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണണം. ഇടുക്കി പ്രദേശത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ഗ്രാമങ്ങൾ മാത്രമല്ല, വനത്തിൽ നിന്ന് 10-20 കിലോമീറ്റർ അകലെയുള്ള
പട്ടണ പ്രദേശങ്ങളിൽ പോലും ഈ പ്രശ്നമുണ്ട്. ഇരിട്ടിയിലെ പെരുങ്കരിയിലെ ജസ്റ്റിൻ എന്ന സഹോദരനെ ആണുകുത്തി കൊന്നതും അതുപോലെ ഈ നെല്ലിക്കാംപോയിലെ ജോസ് എന്ന് പറയുന്ന സഹോദരനെ ആണുകുത്തി കൊന്നതും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാവരും പറഞ്ഞതാണ്. ഓരോ പ്രശ്നം വരുമ്പോഴും പെട്ടെന്ന് അതിനൊരു താൽക്കാലിക പ്രതിവിധി കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ചിന്തിക്കണം. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമല്ല വേണ്ടത്. സത്യത്തിൽ പക്ഷം പ്രതിപക്ഷം എന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ പരസ്പരം പോരടിക്കുകയല്ല വേണ്ടത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയമായി കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ശത്രുപക്ഷവും മിത്രപക്ഷവും ഒന്നും അല്ല വിഷയം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കിട്ടണം. അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ആരോടാണ് പരാതിപ്പെടാനുള്ളത്? ഇവിടുത്തെ ഗവൺമെൻറ്റിനോടാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനോടല്ലാതെ ആരുടെ അടുത്ത് നമ്മൾ പരാതി പറയും? അപ്പോൾ ജനം പ്രതികരിക്കും. ജനം പ്രതികരിക്കുമ്പോൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. ഈ ജനത്തിൻ്റെ ജീവന സുരക്ഷിതത്വത്തിന് സംരക്ഷണം നൽകാൻ ഉതകുന്ന നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. പ്രത്യേകിച്ച് മന്ത്രിമാർ, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ഈ കാര്യത്തിൽ ഇടപെടണം. ഇടപെട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കണം. ഈ വന വകുപ്പിലും ഉദ്യോഗസ്ഥരെ എന്താണ് ചെയ്യുന്നത്? ഒത്തിരി നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ശുഷ്കാന്തി അങ്ങനെ പല 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 കാര്യങ്ങൾ നിശ്ചയമായിട്ടുണ്ട്. നമുക്കത് ചർച്ച ചെയ്ത് വരാം. അതിനു മുമ്പ് ശ്രീ വിവേക്, ഇവിടെ ഇപ്പോൾ ഇന്ന് വയനാടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തീരുമാനിച്ചതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുക, ചികിത്സാ സഹായം കൊടുക്കുക ഒക്കെയുള്ള സാധാരണമായ ഭരണപരമായ തീരുമാനങ്ങളാണ്. അതല്ലാതെ ഈ വിഷയത്തെ സമഗ്രമായി അഭിസംബോധന ചെയ്യുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇന്ന് മാധവ് ഗാഡ്ഗിൽ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഒരാൾ, ഇന്ന് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുക എന്ന് പറയുന്നത് മാനവരാശിക്ക് തന്നെ വലിയൊരു ഭീഷണിയായി മാറുന്നുണ്ട്. അപ്പോൾ ഈ സംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നത് അത് പ്രകൃതിയിൽ തന്നെ ഉള്ള ഒരു മെക്കാനിസമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നതിന് ശേഷം ആ പറയുന്ന കാര്യത്തിൽ എഫക്റ്റീവായി മുന്നോട്ട് പോക്കില്ല. എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇവ നാട്ടിലേക്ക് ഇറങ്ങുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഒരു പ്രശ്നമേ അല്ല എന്ന് കരുതി ഭരണാധികാരികൾക്ക് ഇരിക്കാൻ കഴിയുമോ? ഇതിൽ എണ്ണം കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡാറ്റയുടെ ബേസിൽ ആണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ എല്ലാ ചർച്ചകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, കാടിലെ എണ്ണം കൂടി, മൃഗങ്ങളുടെ എണ്ണം കൂടി, കാടിൽ കൊള്ളുന്നതിനേക്കാൾ ക്യാരിങ് കപ്പാസിറ്റിയേക്കാൾ കൂടി, അതുകൊണ്ടാണ് എല്ലാം പുറത്തു വരുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാ ചർച്ചകളും നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാറ്. പക്ഷെ ഇതിലൊന്നും എന്റെ അറിവിൽ, എന്റെ പരിമിതമായ അറിവിൽ വേറെ ഡാറ്റകളൊന്നുമില്ല. മാധവ് ഗാഡ്ഗിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇമെയിൽ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട് വൈൽഡ് ബോറിന്റെ കള്ളിങ് സമയത്ത്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പൊ ഇവിടെ പറയുന്നത് പോലെ ഫോറിൻ രാജ്യങ്ങളിലും ഇതുപോലെ കൺട്രോൾഡ് കള്ളിങ് ഉണ്ട്, അവരതിനെ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പാവങ്ങൾക്ക് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ടെക്നോളജി എല്ലാം ഡെവലപ്പായി നമ്മൾ ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ന്യൂ ഡെവലപ്ഡ് ഏരിയയിലോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയും കേരളവും പോലെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ശിലായുഗത്തിലോട്ട് പോകുന്നു? ഈ വേട്ടയാടിയ മൃഗത്തെ ഭക്ഷിക്കലും അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നമ്മൾ എന്തിനാണ് തിരിച്ചൊരു ശിലായുഗത്തിലോട്ട് പോകുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അവിടെ ശ്രീ വിവേക് വിശ്വനാഥ്, മാധവ് ഗാഡ്ഗിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സ്വീഡന്റെയും നോർവേയുടെയും എക്സാമ്പിൾ ആണ്. ഇപ്പോൾ സ്വീഡനും നോർവേയും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഒക്കെ വളരെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. നമുക്കറിയാം ഏറ്റവും നല്ല നിലയിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമുള്ള രാജ്യങ്ങൾ. അപ്പോൾ ആ രാജ്യങ്ങളിൽ ഈ പറയുന്നത് പോലെ വന്യജീവികളെ തന്നെ, വന്യജീവി അവിടെയും സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്, വന്യജീവികളുടെ മാംസം വിപണനം ചെയ്യുന്ന വിധത്തിലുള്ള മോഡൽ അവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ആ മോഡൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് അനുകരിച്ചുകൂടാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ വന്യജീവികളെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൊട്ടക്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. അത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള, ഇവിടെയുള്ള പോലെ കാട് കയറി ഇതുപോലെ ഹണ്ട് ചെയ്യാനോ ഇവിടെ ചെയ്യുന്ന പോലെ, ഇപ്പോ ഈ ബേലൂർ മക്നയുടെ കാര്യം പറഞ്ഞ പോലെ അതിനെ ഓടിച്ചിട്ട് 10 ദിവസമായിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള നടപടികളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. അവിടെ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളുകൾ ഉണ്ടായിരിക്കും, അതിന്റെ ഉദ്യോഗസ്ഥർക്ക് അത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും, അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും. ഇവിടത്തെ പോലെ ആളുകൾ വന്ന് പശുവിനെ ഫോറസ്റ്റിന്റെ ജീപ്പിന്റെ മുകളിൽ കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ SPA നടുറോട്ടില് വളഞ്ഞു നിൽക്കുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഈ സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതില് മാത്രം പുരോഗമനം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം പുരോഗമനം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? എങ്ങനെയാ പുരോഗമനമാണ് നിങ്ങൾ ആലോചിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു പുരോഗമനം, എല്ലാത്തിലും പുരോഗമനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ പരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശിലായുഗത്തിലുള്ള ഹണ്ടിങ്ങും കാര്യങ്ങളും മാത്രം ഇവിടെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവുക. ശരി, ഓക്കെ, ഞാൻ വരാം. പക്ഷെ അലക്സ് ഒഴുകയിൽ
ഇന്നിപ്പോൾ മന്ത്രിതല സമിതി കുറേയധികം കാര്യങ്ങൾ 26 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടുകാരെ സംബന്ധിച്ചത് ആശ്വാസകരമാണ്. പക്ഷേ ഈ വിഷയത്തിനുള്ള പരിഹാരമല്ല. ആശ്വാസവും പരിഹാരവും രണ്ടും രണ്ടാണല്ലോ. വന്യജീവി മനുഷ്യ സംഘർഷം വരുന്ന നാളുകളിൽ കുറെ കൂടി വർദ്ധിക്കാനാണ് സാധ്യത. അത് വയനാട് മാത്രമായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. മലയോര മേഖലകളെല്ലാം വലിയ കൃഷിനാശത്തിന്റെയും കൂടി, പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കൃഷി നശിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കർഷകരുള്ള നാടാണ് നമ്മുടേത്. അത് വരാൻ പോകുന്ന മാസങ്ങളിലും വർഷങ്ങളിലും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോഴൊക്കെ പരിക്കേൽക്കുന്ന ആളുകൾക്ക് സർക്കാർ സൗജന്യ ചികിത്സ നൽകാം, നഷ്ടപരിഹാരം കൂട്ടി നൽകാമെന്ന് ഭരണകൂടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അഭിലാഷേ, ഇന്ന് മന്ത്രിമാർ വന്ന സന്ദർശനം ആശ്വാസകരമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വയനാട്ടുകാരനെ കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു വയനാട്ടുകാരൻ പറഞ്ഞിട്ട് എൻ്റെ അറിവിലില്ല. എന്ന് മാത്രമല്ല, വളരെ വലിയ വിമർശനമാണ് വയനാട് ജില്ലയിൽ മുഴുവൻ, അതുപോലെ കേരളത്തിൻ്റെ മലയോര മേഖലയിലും ഈ സന്ദർശനത്തെ പറ്റി ഉയർന്നത്. കാരണം ഇന്ന് ഈ മന്ത്രിതല സന്ദർശനം എന്ന പേരിൽ നടന്ന പ്രഹസനത്തെ ഒരു ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാമെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും: ഈ മന്ത്രിമാർ വരുന്നതിനൊക്കെ ഭേദം 3 പോത്തുകൾ വരുന്നതായിരുന്നു നല്ലത്. മന്ത്രിമാരുടെ വണ്ടിയിൽ 3 പോത്തുകളെ കയറ്റി വിട്ടായിരുന്നെങ്കിൽ ആ പോത്തുകൾ വയനാട്ടിൽ വന്നിരുന്ന ചാണകമെങ്കിലും വയനാട്ടുകാർക്ക് ലാഭമായേനെ. അതുപോലും ഇല്ലാത്ത രീതിയിൽ വയനാട് ജനതയെ മുഴുവൻ അപഹസിക്കുന്ന രീതിയിലാണ് മന്ത്രിമാരൊന്ന് പെരുമാറിയത്. ഞാൻ രാജേഷിൻ്റെ ഇതിലേക്ക് വരാം. അതിന് മുമ്പ് മന്ത്രി കെ രാജൻ എന്ന റവന്യൂ മന്ത്രി രാവിലെ പത്രക്കാരോട് സംസാരിച്ച ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. അപ്പോൾ പത്രക്കാർ നഷ്ടപരിഹാരത്തെ പറ്റിയൊക്കെ ചോദിച്ചു, 40 ലക്ഷം കൊടുക്കുന്ന കാര്യവും സ്ഥിര ജോലിയുടെ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ മന്ത്രി രാജൻ ധാർഷ്ട്യം നിറഞ്ഞ പുച്ഛം കലർന്ന ചിരിയോടുകൂടി പറയാണ്, ആരാ ഇതൊക്കെ പറഞ്ഞത്? വനം മന്ത്രി അങ്ങനെ പറഞ്ഞിട്ട് വനം മന്ത്രിയോട് ചോദിക്കണം, അവൻ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ പുച്ഛം നിറഞ്ഞ മറുപടിയാണ് കൊടുത്തത്. അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇതാണ്: വനം മന്ത്രി പറഞ്ഞ കാര്യം വനം മന്ത്രിയോട് ചോദിക്കണമെന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനാ 3 മന്ത്രിമാർ ഒരുമിച്ച് വന്നത്? ഇവർക്ക് വേറെ വന്നാൽ പോരെ? അപ്പോൾ ഈ രീതിയിൽ ഇവർക്ക് പ്രശ്നം പരിഹരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. സംഗതി ആളെ പറ്റിക്കാനും കണ്ണിൽ പൊടിയിടാനുമായിട്ട് മാത്രം വന്നതാണ്. ഇനി രാജേഷ് പറഞ്ഞ കാര്യം, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു, രാജേഷ് അതിൽ ക്ലാരിറ്റി വരുത്തിയെന്ന് പറഞ്ഞു. ആ പത്രസമ്മേളനം കൃത്യമായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. രാജേഷ് പറഞ്ഞ എക്സാക്ട് വാക്ക് ഇതാണ്: മൃഗങ്ങളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നത് ആലോചിക്കേണ്ടി വരും. എക്സാക്ട് വേർഡ്സ് ആണ്, ആലോചിക്കേണ്ടി വരും, നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരും എന്നാണ് രാജേഷ് പറഞ്ഞത്. അതാണ് കറക്റ്റ് അവരുടെ ഉള്ളിലിരിപ്പും. അത് പിന്നീട് വിവാദമായി കഴിച്ചപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ അവർ പിൻവലിച്ചു, അത് വേറെ വിഷയം. പക്ഷേ ഇതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. ഈ പറഞ്ഞ അജീഷിൻ്റെ കാര്യത്തിൽ മാനന്തവാടിയിൽ വെച്ച് നടന്ന ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന തീരുമാനങ്ങളോ പോളിൻ്റെ കാര്യത്തിൽ വന്ന തീരുമാനങ്ങളോ നടപ്പാക്കാൻ ഇവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഈ 40 ലക്ഷം കൊടുക്കാനോ സ്ഥിര ജോലി കൊടുക്കാനോ അവർക്ക് ഉദ്ദേശമില്ല. ആളെ വിഡ്ഢികളാക്കി, ഞങ്ങൾ വയനാട്ടുകാരെ വിഡ്ഢികളാക്കി എന്നുള്ളതാണ് ഈ മന്ത്രിതല സംഘം ഇന്ന് വയനാട്ടിൽ വന്ന് പറഞ്ഞത്. ഓക്കെ, ഏതായാലും രാജൻ്റെ പാർട്ടി CPI ആണല്ലോ. അവർ 2 മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥി നിർത്തി പെട്ടി നോക്കി വരുമല്ലോ വോട്ട് ചോദിക്കാൻ. അതിനുള്ള മറുപടി വയനാട്ടുകാർ കൊടുക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ തീരുമാനങ്ങളായിട്ട് വന്നത് എന്താണ്? പരിക്കേറ്റവർക്ക് ചികിത്സയുടെ കാശ് സർക്കാർ കൊടുക്കാത്തതാണോ വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം? ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു പരിഹാര നിർദ്ദേശം അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു ചർച്ചയും വന്നിട്ടില്ല. ഇവിടെ വയനാട്ടുകാർ പറയുന്നത് എന്താ? അവരുടെ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം, വന്യമൃഗങ്ങൾ അവരുടെ പറമ്പിലേക്ക് കയറി വരരുത് എന്നുള്ള കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തിട്ടുള്ളത്? ഒരു തീരുമാനവും ഇല്ലല്ലോ. ഈ 13 കോടി രൂപ അഡീഷണൽ കൊടുക്കുമെന്ന് പറഞ്ഞു, കുടിശ്ശിക കൊടുക്കുന്നതാണോ തീരുമാനം? അപ്പോൾ നമ്മൾ ഇപ്പോൾ കിഫ മുന്നോട്ട് വെച്ച്, കിഫയുടെ നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതുണ്ട്: വയനാട്ടിലും കേരളത്തിലെ മലയോര മേഖലയിലും വേണ്ടത് ഹ്യൂമൻ സെൻസിറ്റീവ് സോണാണ്. വനത്തിനുള്ളിലേക്ക് ഒരു 500 മീറ്ററോ 100 മീറ്ററോ ഉള്ളിൽ വന്യമൃഗങ്ങളെ തടയണം. കാരണം ഇന്ന് രാവിലെ ഈ ബേലൂർ മഖന എന്ന് പറയുന്ന ആന ഇന്ന് രാവിലെ മരക്കടവിൽ വന്നു. 300 ആളുകൾ ചേസ് ചെയ്യുന്ന ആനയാണെന്ന് ഓർക്കണം. രാവിലെ 5:30 ആളുകൾ വിളിച്ചെടുപ്പിച്ച് അവർ മുന്നറിയിപ്പ് കൊടുക്കുക. ഈ 300 ആളുകൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് എന്താ ഇതിനെ ട്രേസ് ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ റേഡിയോ കോളർ എന്തിനാ? 11ാമത്തെ ദിവസമല്ലേ ഇന്ന് ഇതിൻ്റെ പുറകെ ഡാൻസ് കളിക്കുന്നു. ആ ആനയെ വെടിവെച്ച് വന്നാൽ എന്താണ് കുഴപ്പം? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇങ്ങനെ ക്രിമിനൽ, അതായത് കേരളത്തിലും കർണാടകയിലും ആളെ കൊന്നു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആനയായി ബേലൂർ മഖന മോഴയാന, അതിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടാൽ എന്താ പ്രശ്നം? ചെയ്യാൻ പറ്റുമല്ലോ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇടാൻ പറ്റും, കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റും. ഇന്ന് കളക്ടറുണ്ടല്ലോ. ഈ 3 മന്ത്രിമാരെ പറയാം കളക്ടർ നടക്കുന്നുണ്ടല്ലോ. എന്താ ഈ 144 പ്രഖ്യാപിക്കാൻ കളക്ടർക്ക് അറിയാമെങ്കിൽ പിന്നെന്താ CRPC 133(1) പ്രകാരം ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആനയെ വെടിവെച്ച് കൊല്ലാൻ കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റാത്തത്? മുഖ്യമന്ത്രി ഓൾറെഡി 15-ാം തീയതിയിലെ മീറ്റിംഗിൽ പറഞ്ഞല്ലോ കളക്ടർ അധികാരം പ്രയോഗിക്കണമെന്ന്. എന്താ പ്രയോഗിക്കാത്ത? ഇതുപോലും ചെയ്യാതെ ആളുകളെ വിഡ്ഢിയാക്കിക്കൊണ്ട്, ആളുകളെ പുച്ഛിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഭരണകൂടം അവിടെ നടത്തിയത്. ഇതിൻ്റെ റൂട്ട് കോസും കൂടെ മനസ്സിലാക്കണം. ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ ഏകവനം പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് അഭിലാഷേ. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഗാഡ്ഗിലിനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങളൊക്കെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർത്ത ആളുകളാണ്. അത് കൃത്യമായിട്ട് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടല്ല പ്രശ്നം. ഇതിൻ്റെ പുറകിൽ
യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സ്റ്റേറ്റസുമായി ബന്ധപ്പെട്ട് 2009 ഇന്ത്യ കൊടുത്ത പ്രപ്പോസൽ തള്ളിപ്പോയി. അന്ന് കേന്ദ്രം ഭരിക്കുന്ന UPA സർക്കാരാണ്, കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്, ബിനോയ് വിശ്വമാണ് മന്ത്രി. എന്നെ ഇത് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അപ്പോൾ 2009 ഇന്ത്യ കൊടുത്ത പ്രപ്പോസൽ തള്ളി യുനെസ്കോ പറഞ്ഞു. 3 കാരണങ്ങളാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് പശ്ചിമഘട്ടം മുഴുവൻ തുടർച്ചയായിട്ട് വനത്തിന് തുടർച്ച ഉണ്ടാവണം. കാരണം ഇപ്പോൾ പല സ്ഥലത്തും വനത്തിന് തുടർച്ചയില്ല. ഇപ്പോൾ ഈ പുൽപ്പള്ളി പ്രദേശം തന്നെ, അതായത് വയനാട് വന്യജീവി സങ്കേതം 2ആയിട്ട് മുറിഞ്ഞാണ് കിടക്കുന്നത്. ബത്തേരി സൈഡിൽ ഒരു സ്ട്രെച്ച് കിടക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് പുൽപ്പള്ളി പഞ്ചായത്തും മുള്ളൻകൊല്ലി പഞ്ചായത്തും വരുന്നു, പിന്നെ ബാക്കി പീസ് ഇപ്പുറ സൈഡ് മാനന്തവാടി സൈഡിലാണ് കിടക്കുന്നത്. ഇത് മുറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന വനങ്ങൾ മുഴുവൻ സിംഗിൾ സ്ട്രെച്ചിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ പ്രദേശത്തെ ആളുകൾ ഒഴിപ്പിച്ചേ പറ്റൂ. അത് കാശ് കൊടുത്ത് ആളുകൾ ഒഴിപ്പിക്കാൻ പറ്റില്ല, വലിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ എങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റും? സർക്കാർ 2011 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കിട്ടി നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന്. അപ്പോൾ ഇന്ത്യൻ സർക്കാർ ഒപ്പിട്ട് കൊടുത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് അലക്സ്. ഇപ്പോൾ വയനാട് സന്ദർശിച്ച മന്ത്രിതല സംഘത്തിന്റെ പ്രതിനിധിയായിരുന്ന ശ്രീ MB രാജേഷ് നമ്മോടൊപ്പം. ശ്രീ രാജേഷ്, ഇന്നിപ്പോ വയനാട്ടിൽ ചെന്ന് ജനങ്ങളെ കണ്ടു, അവർക്ക് 10-26 കാര്യങ്ങളിൽ ഉറപ്പും കൊടുത്തു. അത് ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത് മതിയായതല്ല എന്നുള്ളതാണ്. വയനാടിനെ സംബന്ധിച്ച് ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ നിങ്ങളുടെ സംഘത്തിന് കഴിഞ്ഞോ? ആ കാര്യത്തിൽ തൃപ്തി ഉണ്ടോ? ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ മതിയായതല്ല എന്ന് പറയുന്നവരാരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ 27 കാര്യങ്ങൾ, 28 കാര്യങ്ങൾ ഇന്ന് അവിടെ തീരുമാനിച്ചു. അത് മുഴുവൻ വയനാട്ടിലെ MLA-മാർ, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ആ യോഗത്തിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളാണ്. അതല്ലാതെ സർക്കാർ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതല്ല. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇവരെല്ലാവരും പങ്കെടുത്തിരുന്നു. 2 മണിക്കൂറിലേറെ നീണ്ട ആ യോഗം വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങളാണ് ഇന്ന് വയനാട്ടിൽ അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച തീരുമാനമാണ് എടുത്തത്. അതിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകം തന്നെ നടപ്പായിട്ടുണ്ട്. അല്ല, അതിൽ നമ്മൾ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇത് തൃപ്തികരമല്ല എന്ന്. അല്ല, അത് അദ്ദേഹം വിശദീകരിക്കണം. അതിന്റെ കാരണം രാഷ്ട്രീയമാവാൻ മാത്രമേ വഴിയുള്ളൂ. കാരണം അദ്ദേഹം അവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ആ യോഗത്തിൽ പറഞ്ഞത് വേറെ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നിർദ്ദേശങ്ങളെ, തീരുമാനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും അദ്ദേഹം അവിടെ ഉന്നയിച്ചിട്ടില്ല. കാരണം ഇത് അദ്ദേഹം കൂടി ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ മുന്നണിയിൽപ്പെട്ട 2 MLA-മാരും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, ഏറ്റവും വലിയ തമാശ, ആ യോഗത്തിലെ ഒരാവശ്യം, ഇവരുന്നയിച്ച ഒരു പ്രധാന ആവശ്യമായിരുന്നു മന്ത്രിതല സംഘം വയനാട്ടിൽ സന്ദർശനം നടത്തണം എന്നത്. അത് അംഗീകരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഒരു മന്ത്രിതല സംഘത്തെ വയനാട്ടിലേക്ക് നിയോഗിച്ചത്. അപ്പോ അതിനോട് സഹകരിക്കാതിരിക്കുന്നത് എന്ത് തരത്തിലുള്ള മര്യാദയാണ്? മിനിറ്റ്സിലുണ്ടത്. ഈ UDF-ന്റെ ജനപ്രതിനിധികൾ ഉന്നയിച്ച ആവശ്യമാണ് മന്ത്രിതല സംഘം വരണം എന്നത്. അപ്പൊ അവരുടെ ആവശ്യം അംഗീകരിച്ച് ഇന്ന് മന്ത്രിതല സംഘം അവിടെ വരുന്നു. അപ്പൊ അതിനോട് അവർ സഹകരിക്കാതിരിക്കുന്നു. അപ്പൊ രാഷ്ട്രീയമൊക്കെ ആവാം, പക്ഷെ മനുഷ്യരൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത്, ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ചില വിവേകം പുലർത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥിരമായിട്ട് അത്രേ പറയാനുള്ളൂ. തീർച്ചയായും ഇവിടെ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയും കിഫയുടെ പ്രതിനിധിയും ഉന്നയിച്ചത് താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് വനാതിർത്തി പഞ്ചായത്തുകളിൽ ഈ വീട്ടുമൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ നിയന്ത്രിക്കേണ്ടി വരും, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി. താങ്കൾ തന്നെ അതൊരു തീരുമാനമല്ല എന്ന് വിശദീകരിച്ചു. പക്ഷേ അത് തൃപ്തികരമല്ല എന്ന് പറയുന്നു. അക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ താങ്കളുടെ ഭാഗത്തു നിന്ന് വന്നാൽ നന്നായി. അല്ല, അത് നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഉണ്ടാക്കി തീർത്തതാണ്. ആ തെറ്റിദ്ധാരണ നീക്കാൻ മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ മാധ്യമങ്ങളെ കണ്ട ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമേ സർക്കാരിനില്ല. നിർദ്ദേശങ്ങൾ പലത് വരുമല്ലോ, ആ നിർദ്ദേശം സർക്കാരിന് സ്വീകാര്യമല്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല. ഇനി ആർക്കെങ്കിലും അക്കാര്യത്തിൽ ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുകയാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആശങ്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആശങ്കയെ തോന്നേണ്ട കാര്യമില്ല. ആ തീരുമാനം സർക്കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല. ആ നിർദ്ദേശം അംഗീകരിക്കുന്നുമില്ല, തള്ളിക്കളയുന്നു ആ നിർദ്ദേശം. അല്ല, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചികിത്സാ സൗജന്യത്തിന് അല്ലെങ്കിൽ സൗജന്യ ചികിത്സ എന്നുള്ളതാണല്ലോ. അതിനൊരു ക്യാപ്പ് ഉണ്ടോ? ഇപ്പോൾ തന്നെ വനം വകുപ്പ് 1 ലക്ഷത്തിന് മുകളിൽ ബില്ലായി കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന സമീപനം സ്വീകരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ അതുപോലെ ഇപ്പോൾ ചികിത്സാ സൗജന്യം പ്രഖ്യാപിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകൾക്ക്. അത് എത്രമാത്രമാണ് എന്നുള്ളത് വ്യക്തതയായല്ലോ. വളർത്തുമൃഗത്തിന്റെ കാര്യത്തിൽ അതായല്ലോ. ഓക്കെ.
അല്ല, അതിൽ ആദ്യം വ്യക്തത വരുത്തണം. തെറ്റായ കാര്യങ്ങൾ ആരാണ് നിർദ്ദേശം പറഞ്ഞിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. സർക്കാർ അങ്ങനെ തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും. ശരി, ആ കാര്യം ഞാൻ ആവർത്തിക്കുന്നു. പിന്നെ ചികിത്സയുടെ കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയും ആവാമെന്നാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. ചികിത്സാ പരിധി ഉയർത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി വിശദാംശങ്ങൾ പിന്നീട് അത് ക്യാബിനറ്റും ഒക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ തീരുമാനമെടുക്കും. അത് മന്ത്രിതല സംഘത്തിന് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നഷ്ടപരിഹാരം ഉയർത്തണം എന്നുള്ളതാണ്. അതും അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ക്യാബിനറ്റിൽ തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. അല്ല, അക്കാര്യത്തിൽ ഇപ്പോ ഈ പറഞ്ഞ എന്തായാലും അവിടെ ചെന്ന ആളുകളെ കണ്ടപ്പോ അവരുടെ ഒരു വികാരവും അതുപോലെ തന്നെ അവരുടെ ആവശ്യവും മനസ്സിലായി കാണുമല്ലോ. തീർച്ചയായിട്ടും അന്തിമ തീരുമാനം എന്നുള്ളത് ക്യാബിനറ്റ് എടുക്കണമെന്ന് പറയുമ്പോഴും ആ സെൻസിലുള്ള ഒരു തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കണോ? അതായത് അവിടുത്തെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. അവരുടെ ആവശ്യങ്ങളെ വളരെ അനുഭാവത്തോടെയാണ് കാണുന്നത്. തീരുമാനം ക്യാബിനറ്റ് ചർച്ച ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, ഈ കാര്യത്തിൽ ഒറ്റ സെക്കൻഡ് മിനിസ്റ്റർ, ഈ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്തെങ്കിലും സംശയമുണ്ടോ മന്ത്രിയോട് ചോദിക്കാൻ? അങ്ങ് നേരത്തെ പറഞ്ഞത് അങ്ങേയറ്റം നിരാശാജനകമാണെന്നാണ്. ഇപ്പോൾ മന്ത്രി പറയുന്നു വളരെ ഇക്കാര്യത്തിലുള്ള വികാരം മനസ്സിലാക്കി ക്യാബിനറ്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല ഓക്കെ ബഹുമാനപ്പെട്ട ക്യാബിനറ്റ് തീരുമാനമെടുക്കുമെന്നുള്ളത് ഇപ്പോൾ പറയുന്നു. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇതിൽ എന്താണ് തീരുമാനം? മുഖ്യമന്ത്രിയുമായി നമ്മൾ നടത്തിയ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ തുക വർദ്ധിപ്പിക്കണം, നഷ്ടപരിഹാരത്തിൻ്റെ, ചികിത്സയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, പെർമനൻറ്റ് ജോലിയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, മഞ്ഞക്കൊന്നയുടെ റിമൂവൽ നമ്മൾ പറഞ്ഞതാണ്, എക്കോ റീസ്റ്റോറേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല മിനിസ്റ്റർ. നിങ്ങൾ ഇപ്പോഴും മിനിസ്റ്റർ പറഞ്ഞത് ക്യാബിനറ്റ് ഡിസിഷൻ വരുമ്പോൾ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. ഇന്ന് മന്ത്രിതല സമിതി വന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾ കൂടിയിരുന്ന യോഗങ്ങളുടെ തീരുമാനങ്ങൾ, നടപടികൾ ഇവിടെ വിശദീകരിച്ചു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തീരുമാനവും ഇന്ന് പ്രഖ്യാപിക്കാൻ മന്ത്രിതല സമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അത് കൃത്യമാണ്. അതിൽ ക്യാബിനറ്റ് തീരുമാനിച്ച് അത് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മിനിസ്റ്ററും പറഞ്ഞത്. ചികിത്സയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ മന്ത്രിതല സമിതിയുടെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷമുള്ള അതിന്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളതാണല്ലോ ചോദ്യം. അതെന്താന്ന് വെച്ചാല് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ ഇരുന്നിട്ട് അതിലൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. ഓക്കെ, മിനിസ്റ്റർ പറയട്ടെ, പറയൂ. ഞാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ ഇരുന്നില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല. അത് യോഗത്തിൽ ഇരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ അദ്ദേഹം ഒരു അബദ്ധം പറയുമായിരുന്നില്ല. 28 കാര്യങ്ങളിൽ തീരുമാനമെടുത്തെന്ന് പറഞ്ഞു. 2 കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ക്യാബിനറ്റ് എടുക്കാൻ പറ്റും. ബാക്കി 26 കാര്യം തീരുമാനമെടുത്തു. അത് എങ്ങനെ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് തീരുമാനമെടുത്തു. ഇനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ ഇരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനല്ലേ പറ്റൂ അദ്ദേഹത്തോട്. അദ്ദേഹത്തിന്റെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം. സംയുക്ത പദ്ധതികൾ നടപ്പാക്കണം. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി പദ്ധതി നടപ്പാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പ്രോജക്ട് വെച്ചത് അതിനാവശ്യമായിട്ടുള്ള ഭേദഗതികൾ, മാർഗനിർദ്ദേശങ്ങളിലും മറ്റും വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്താം. ജില്ലാ പഞ്ചായത്താണ് മുൻകൈ എടുക്കണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ആള് യോഗത്തിലിരിക്കാതെ ചാനലിൽ വന്നിരുന്നിട്ട് ഒരു തീരുമാനം മിനിസ്റ്റർ പറയുമ്പോൾ ഞാനാണ് യോഗത്തിലുണ്ടായിരുന്നതും ഇപ്പോഴത്തെ മാർഗരേഖയിൽ തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടതും ഞാനായിരുന്നു. മന്ത്രി ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. ഒരു കാര്യം മന്ത്രിയോട് ചോദിക്കാനുണ്ട്. ഒരു സെക്കൻഡ്, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം. ഇറങ്ങിപ്പോയതാണല്ലോ. ശരി, ഓക്കെ. ഫാദർ ഫിലിപ്പ് ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് സാറിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ നാട്ടിൽ വന്യജീവി ആക്രമണം ഇത്രയും തീക്ഷ്ണമായിട്ട് നിൽക്കുമ്പോൾ വയനാട്ടിലെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കണ്ണൂരും കാസർഗോഡും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കാട്ടുപന്നികളുടെ ആക്രമണം. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിട്ടിക്കടുത്തുള്ള എടൂര് വെച്ച് ഒരു കർഷകനെ കാട്ടുപന്നി അടുത്തിടയ്ക്ക് വളരെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചു. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് ബെളാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈക്കിൽ പോവുകയായിരുന്ന ഒരു പിതാവിനെയും അദ്ദേഹത്തിൻ്റെ മകളെയും കാട്ടുപന്നി ആക്രമിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് പല സ്ഥലത്തും ആവർത്തിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ കണ്ണൂർ ചീഫ് എഡിറ്റർ എന്നോട് പറഞ്ഞു അവരുടെ അടുത്ത് പട്ടണത്തിൽ പോലും ഈ കാട്ടുപന്നിയുടെ പ്രശ്നമുണ്ടെന്ന്. എൻ്റെ ചോദ്യം, അടുത്ത ഇടയ്ക്ക് അഭിമന്യ പാമ്പളാനി പിതാവ് പറഞ്ഞു ഒരു റാലിയിൽ
ഈ കാട്ടുപന്നികൾ കാട്ടിൽ വസിക്കുകയാണെങ്കിൽ അത് കാട്ടുപന്നിയാവുകയുള്ളൂ. നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഈ കാട്ടുപന്നിയെ എങ്ങനെ കാട്ടുപന്നിയായിട്ട് വന്യജീവിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും? ഇത്തരം ജീവികളെ ഒന്ന് ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ കർഷകർക്ക് നേരിട്ട് അതിനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു നിയമം ഈ നാട്ടിൽ കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നേതൃത്വം എടുക്കാൻ സാധിക്കുമോ? കേന്ദ്ര നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണമെന്ന് കേരള നിയമസഭ കഴിഞ്ഞ ദിവസം ഏകകണ്ഠമായി അംഗീകരിച്ച, ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അംഗീകരിച്ച പ്രമേയമുണ്ട്. ചട്ടം 118 പ്രകാരം ബഹുമാന്യനായിട്ടുള്ള മന്ത്രി, വനം വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയം ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരാണ് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ ഇക്കാര്യങ്ങളിൽ വരുത്തേണ്ടത്. ഇത് മാത്രമല്ല, സമഗ്രമായിട്ടുള്ള ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ഉതകുന്ന നടപടി കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കേരളം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച പ്രമേയത്തിലൂടെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, എന്തായാലും ഇതാണ് വയനാട്ടിൽ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം കൂടെ ഉള്ളത്. ഈ അടുത്ത ഇടയ്ക്ക് ചോദിച്ചോളൂ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ചോദ്യം കൂടെ, തുടർ ചോദ്യം. ഈ അടുത്ത ഇടയ്ക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തതായിട്ട് ഞാൻ പത്രമാധ്യമങ്ങളിൽ കണ്ടു. ഇത്രയും വലിയ രൂക്ഷമായ ഈ പ്രശ്നം നിങ്ങൾ യഥാർത്ഥത്തിൽ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകർക്കും വനത്തോട് ചേർന്ന് താമസിക്കുന്ന അധിവസിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും നന്മയെ കരുതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ പോയി ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമോ? ഞങ്ങൾ ജനപക്ഷത്തുള്ള എല്ലാവരും കൂട്ടത്തിലുണ്ടാവും. സാധിക്കുമോ? അദ്ദേഹം മിനിസ്റ്ററുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം, അദ്ദേഹം യാത്രയിലാണ്, ഫോണ് കട്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ വീണ്ടും കിട്ടിയാൽ ഫാദറിന്റെ ഈ ചോദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്തായാലും മന്ത്രിതല സമിതിയുടെ സന്ദർശനത്തിന് ശേഷവും ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. അവിടെയാണ് ശ്രീ സംഷാദ് മരിക്കാർ, ഇവിടെ ഇപ്പോൾ വയനാട്ടിനെ സംബന്ധിക്കുന്ന പ്രശ്നം മാത്രമല്ല ഇത്. കേരളത്തിലാകെ ഇപ്പോൾ ഈ പ്രശ്നം വളരെ രൂക്ഷമാവുകയാണ്. പലരും ഇപ്പോൾ 11(1)(a) പ്രകാരം വെടിവെച്ച് കൊല്ലാനുള്ള സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നിയമപരമായി അങ്ങനെ പറ്റും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ നടക്കുന്നില്ല എന്ന് നമുക്കറിയാമെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ബേലൂർ മക്ന എന്ന ആനയെ നമ്മൾ 10-15 ദിവസം ചേസ് ചെയ്ത് അത് പല വഴിക്ക് പോകുന്നു. എല്ലാ ദിവസവും ഇതിനെ മയക്കുമടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ജനവാസ മേഖലകളിൽ അത് ഇന്നും വന്നു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ എന്താണ് വരുന്നതെന്ന് അറിയില്ല. കടുവയാണോ കാട്ടുപന്നിയാണോ ആനയാണോ എന്ന് അറിയില്ല. ആര് വേണമെങ്കിലും മരിക്കാമെന്നുള്ള സാഹചര്യം പട്ടണ പ്രദേശങ്ങളിൽ പോലും ഉണ്ട് താനും. അപ്പോൾ ഈ പ്രശ്നത്തെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിക്കോ അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് തന്നെയോ പരിഹരിക്കാൻ കഴിയുന്നതല്ല. വളരെ ശക്തമായ നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം. നമുക്കറിയാം 1970-കളിൽ ഉണ്ടായിട്ടുള്ള നിയമം. അത് വളരെ ശക്തമായി നിൽക്കുന്നിടത്തോളം കാലം പരിമിതമായ സ്പേസ് ഇക്കാര്യത്തിൽ ഉള്ളൂ താനും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു രാഷ്ട്രീയ സമവായം എന്താണ്? നമുക്ക് പരിമിതമായ സ്പേസേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുക. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം പറഞ്ഞത് ഞാൻ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലെ ആവശ്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആളാണ്. അവിടെ മന്ത്രി നേരത്തെ പറഞ്ഞ ഈ സംയുക്ത പദ്ധതിയുടെ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നത്തെ യോഗത്തിൽ പറയുന്നതിന് മുമ്പ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ചേർത്ത് നെബാർഡിൻ്റെ കീഴിൽ 150 കോടി രൂപയുടെ ഒരു പദ്ധതി, അതിൽ വെറും മതിലും ഫെൻസിങ്ങിനും ഉപരി എക്കോ റീസ്റ്റോറേഷൻ അടക്കം ഉണ്ടാക്കാൻ നിയോജക മണ്ഡലം തലത്തിൽ യോഗം ചേർന്നു, പഞ്ചായത്ത് തലത്തിൽ യോഗം ചേർന്ന് നെബാർഡിൻ്റെ CGM-നെയും AGM-നെയും നേരിൽ കണ്ട് അപേക്ഷ കൊടുത്തൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരത്തിലൊരു ഏകോപനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നമ്മളുടെ മാർഗ്ഗരേഖയിൽ ഇപ്പോൾ സബ്സിഡി കൊടുക്കാനേ നിവൃത്തിയുള്ളൂ, ഈ മാർഗ്ഗരേഖയിൽ ഭേദഗതി വരുത്തണം എന്നാണ് പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളവിടെ പറഞ്ഞത്. പിന്നെ നമ്മളത് പോസിറ്റീവായി പറയുകയും നമ്മൾ പ്രതിഷേധം സ്വാഭാവികമാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ നടന്ന എല്ലാ തീരുമാനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ 1-2 തീരുമാനം പെട്ടെന്ന് അഭിലാഷിനോട് പറയാം. നമ്മൾ പറഞ്ഞിരുന്നു വയനാട് ജില്ലയിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം. ഞാനാണ് അന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പറഞ്ഞത്, ദീപ എന്ന് പറയുന്ന നോർത്തേൺ CCF-ന് വയനാടിൻ്റെ ചുമതലയുണ്ട്, പക്ഷെ അവർക്ക് യാതൊരുവിധ അധികാരങ്ങളുമില്ല. ഒരു കടുവയെ പിടിക്കാൻ കൂടുവെക്കാൻ പോലും അധികാരമില്ലാത്തൊരു നോഡൽ ഓഫീസറെ അവിടെ വെക്കരുത് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് കേൾക്കുകയും അതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാതല സമിതിയുടെ തീരുമാനത്തിൽ ഒരു സ്പെഷ്യൽ ഓഫീസർക്ക് ഓഫീസ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചില അധികാരങ്ങൾ കൊടുക്കുന്നതിനും വേണ്ടി അനുഭാവപൂർവമായ പരിഗണന ഉണ്ടാകും. അതൊരു തീരുമാനമാണ് അഭിലാഷേ. ആ തീരുമാനം ക്ലിയർ കട്ടായി പറഞ്ഞാൽ പോരെ, അതില്ല.
മഞ്ഞക്കൊന്നയുമായി ബന്ധപ്പെട്ട് സെന്ന റിമൂവ് ചെയ്യുന്നതും ബന്ധപ്പെട്ട് നമ്മൾ തിരുവനന്തപുരത്ത് സംസാരിച്ചതാണ്. തമിഴ്നാട് മോഡൽ ഒരു പദ്ധതി നമ്മൾ പറഞ്ഞു. തമിഴ്നാട്ടിലെ പേപ്പർ മില്ലുകളിലേക്ക് ഈ സെന്നയെ കയറ്റുമതി ചെയ്താൽ ആ സെന്നയിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കും. അത് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിന് ഉപയോഗിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അതിന് പകരം ഇന്ന് നമ്മളെടുത്ത തീരുമാനം, മന്ത്രിതല സമിതി പറഞ്ഞത് വനം, റവന്യൂ, പോലീസ്, തദ്ദേശം, യുവജനക്ഷേമ വകുപ്പ് ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രൊജക്റ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ തയ്യാറാക്കുമെന്നുള്ളതാണ്. വൈൽഡ് ലൈഫിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പുറത്തു കൊണ്ടുപോകാൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നിയമപ്രശ്നമുള്ളത്. വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്ത് നിന്ന് അത് പഴയ ഒരു കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ തമിഴ്നാട് ആ കേസിൽ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് അനുമതി വാങ്ങുകയും അവിടുത്തെ പേപ്പർ മില്ലുകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് മഞ്ഞക്കൊന്ന റിമൂവ് ചെയ്ത് കൊണ്ടുപോവുകയും അതിൻ്റെ വരുമാനം കൈപ്പറ്റുകയും ചെയ്യുന്നു. നമ്മളിവിടെ 40 കോടി രൂപ മഞ്ഞക്കൊന്ന റിമൂവ് ചെയ്യാൻ വേണ്ടി വെക്കുകയും അത് കൃത്യമായി ഉപയോഗിക്കപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിലെന്താണ് തീരുമാനം? ഇതിൽ തീരുമാനമെടുത്തിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ അടിക്കാട് വെട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം നമ്മൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. അന്ന് ഞാൻ തന്നെയാണ് ആ യോഗത്തിൽ പറഞ്ഞത്, നിലവിലുള്ള ആവർത്തനം വരുന്ന പണി എന്നുള്ള രീതിയിൽ തൊഴിലുറപ്പിൽ അനുമതി കിട്ടില്ല. കർണാടകയ്ക്ക് പ്രത്യേക അനുമതിയുണ്ട്, നമ്മളും ഈ അനുമതിക്ക് വേണ്ടി ശ്രമിക്കണം. ഇന്ന് ബത്തേരിയിൽ വന്ന മന്ത്രിമാരെന്താണ് പറഞ്ഞത്? നമ്മൾ കർണാടകയിലേക്ക് കത്തയക്കും. അഭിലാഷ് 15-ാം തീയതി എടുത്ത മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യത്തിന് കത്തയച്ചിട്ടായിരുന്നു ഇവരിവിടെ വരുന്നത് എങ്കിൽ അതൊരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാവില്ലേ? ഇന്ന് ആ മീറ്റിങ്ങിൽ ഇരുന്ന് എന്നോട് വീണ്ടും പറയുന്നത് നമ്മൾ കത്തയക്കാൻ നമ്മൾ ശ്രമിക്കുമെന്നുള്ളതാണ്. പിന്നെ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് നമ്മൾ പറഞ്ഞു, അത് ഇന്നും വീണ്ടും ആവർത്തിച്ചു. വയനാട് ജില്ലാ കലക്ടർ 3 മാസം മുമ്പ് ഒരു ഉത്തരവിറക്കി, സ്വകാര്യ തോട്ടങ്ങളെല്ലാം കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണം. ഇന്നത്തെ മന്ത്രിതല സമിതി പറയുന്നു ഈ കലക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കണം. അതാണോ ഇന്ന് അവർ പറയേണ്ടത്? റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുള്ള തോട്ടം കാട് വെട്ടാതെ വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ മത്സരിച്ച പ്രദേശത്തുള്ള ജനങ്ങൾ. പിന്നെ വനം വകുപ്പിനെ ശക്തിപ്പെടുത്തും. ഇത് ഞാൻ മാതൃഭൂമിയുടെ ഒരു ചർച്ചയിലാണ് പറഞ്ഞത്. കയ്യിൽ ലാത്തി മാത്രം എടുത്തുകൊണ്ട് കടുവയെ പിടിക്കാൻ പോകുന്ന വനംവകുപ്പുകാരാണ് നമ്മളുടെ സ്ഥിതി. മറ്റുള്ള എല്ലാ സ്ഥലത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മോഡേണൈസേഷനും നല്ല എക്യുപ്പൈഡും ആകുമ്പോൾ നമ്മളുണ്ട്. അതിന് ശക്തിപ്പെടുത്താൻ വേണ്ടി പട്ടികജാതി, പട്ടികവർഗ, റവന്യൂ എന്നിവരൊക്കെ ചെയ്ത് കമാൻഡ് കൺട്രോൾ സെൽ, ഇത് മുഖ്യമന്ത്രി തീരുമാനത്തിൽ പറഞ്ഞതാണ്. ബാവലി ചെക്ക് ഫോറസ്റ്റിൽ ഇപ്പം നമ്മൾ ബേഗൂർ മഗ്നയെ പിടിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഒരു ചെറിയ ഒരു ഫോറസ്റ്റിൻ്റെ സംവിധാനത്തിലാണ് ആളുകൾ ക്യാമ്പ് ചെയ്യുന്നത്. അതിനെ ഒരു കമാൻഡ് സെൻ്ററാക്കി മാറ്റുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അതിൻ്റെ തീരുമാനം നമ്മൾ ഇതിലും പറയുന്നു, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എടുത്ത ഒരു തീരുമാനം ഞാൻ പറയാം. അരുൺ സക്കറിയ എന്ന് പറയുന്ന നമ്മളുടെ ഡോക്ടറെ തിരിച്ച് ഫോറസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതിനപ്പുറം ഒരു തീരുമാനവും നമുക്ക് ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ല. ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല, ക്യാബിനറ്റിൽ പോയിട്ട് തീരുമാനിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഒരു കാര്യം, അഭിലാഷ് നേരത്തെ ഈ വന്യമൃഗങ്ങളുള്ള ഗ്രാമപ്രദേശങ്ങൾ മന്ത്രിയുടെ ആ വാദത്തെ മന്ത്രി ഇപ്പോൾ അംഗീകരിച്ചതിൽ നന്നായി. പക്ഷെ അതൊരു മന്ത്രി ആ നിർദ്ദേശം ആയി അവിടെ അവതരിപ്പിച്ചത് ഇങ്ങനെ തന്നെയാണ്. അഭിലാഷ് പറയുന്ന പോലെ അത് അത്ര ലഘൂകരിച്ച് കാണേണ്ട ഒരു കാര്യമല്ല വയനാട്ടിൽ. പക്ഷെ ഇപ്പോൾ അത് മന്ത്രി തിരുത്തിയതുകൊണ്ട് അതിലേക്ക് വലിയ ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ നിർദ്ദേശം വന്നു. അതെ, പക്ഷേ അഭിലാഷ് പറയുമ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ മുള്ളംകൊല്ലി പഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള പാലളക്കുന്ന ഒരു പഞ്ചായത്തിലാണ്. ഒരു ഭാഗത്ത് കടുവയും ഇന്ന് രാവിലെ പെരിക്കല്ലൂർ ടൗണിൽ ഈ ആനയും ഇറങ്ങിയ പഞ്ചായത്ത്. അവിടുത്തെ ഏക ജീവിതമാർഗം എന്ന് പറയുന്നത് ക്ഷീരകർഷകരാണ്. അവർ വനമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് നിയന്ത്രണം വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ സഹിക്കാൻ തയ്യാറല്ല. പക്ഷെ അത് മന്ത്രി അത് പറയുകയും പിന്നീട് മന്ത്രി തന്നെ അത് ക്ലാരിറ്റി വരുത്തി. കാരണം അതിൻ്റെ അപകടം ചിലപ്പോൾ മനസ്സിലായിട്ടാവും, അത് ജനങ്ങളുടെ ഒരു പ്രതികരണത്തിൻ്റെ പ്രയാസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് തിരുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു തീരുമാനങ്ങൾ എടുത്ത് വയനാട്ടിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസകരമായ എന്താണ്, ഈ വനത്തിനകത്ത് തീറ്റയില്ല, എക്കോ റെസ്റ്റോറേഷൻ നമ്മൾ പറഞ്ഞു, കുളങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു, അവിടുത്തെ നെൽവയലുകൾ, വനത്തിനകത്തെ നെൽവയലുകളെ കുറിച്ച് പോലും ഞങ്ങൾ തിരുവനന്തപുരത്ത് ഡിസ്കസ് ചെയ്താണ്. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സെന്നയുടെ റിമൂവൽ നമ്മൾ പറഞ്ഞു. പിന്നെ അലക്സ് അടക്കമുള്ള ആളുകൾ പറയുന്ന, എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന, അഭിലാഷ് നേരത്തെ പറഞ്ഞ കലക്ടർക്ക് ഈ കൊല്ലാനുള്ള അനുമതി കൊടുക്കുന്ന ഒരു ഉത്തരവ് ഇന്നത്തെ മീറ്റിങ്ങിലും ഞങ്ങളത് പറഞ്ഞു. ഇങ്ങനത്തെ ആവശ്യത്തിൽ ഞങ്ങളന്ന് മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ അത് പറഞ്ഞു. അന്ന് മുഖ്യമന്ത്രി ലോ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു, ലോ സെക്രട്ടറിയോട് ഇതിൻ്റെ അഭിപ്രായം ചോദിച്ചു. ലോ സെക്രട്ടറി ഇത് തളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു കേസിൻ്റെ ഭാഗമായി ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് AG ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതൊരു ക്ലാരിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇന്നത്തെ മീറ്റിങ്ങിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെ ഒരു അധികാരമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന്. അതിലെന്തെങ്കിലും തീരുമാനം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് രാഷ്ട്രീയപരമായി
പക്ഷേ അല്ല, ആ കാര്യത്തിലുള്ള തീരുമാനം അതിലൊരു പറഞ്ഞിട്ടില്ല. തർക്കവുമില്ല. Yes, ഇനിയിപ്പോ ഞാൻ ജില്ലാ അതിലേക്ക് പഞ്ചായത്ത് ചെയ്യാൻ അതിലേക്ക് വേണ്ടി വരാം. തദ്ദേശ അതൊരു സ്വയംഭരണ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രി പറയുന്ന പോയിന്റാണ്. എന്ത് കാര്യവും ഈ ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിനപ്പുറം അത് മാറ്റിവെച്ച് ഞാനത് ചെയ്യാനും എന്റെ ഭരണസമിതി ചെയ്യാനും തയ്യാറാണ്. അത് വേറെ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ കണ്ണിൽ പൊടിയിട്ട് കടന്നു പോവുകയും താൽക്കാലികമായ ലാഭങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ 40 ലക്ഷത്തിന്റെ ഒരു പ്രതിസന്ധി എന്താ, അലക്സ് അത് സൂചിപ്പിച്ചു. മാനന്തവാടിയിലെ സർവകക്ഷി യോഗത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ 50 ലക്ഷം രൂപ ആവശ്യപ്പെടും, 10 ലക്ഷം കൊടുക്കുന്നു, 40 ലക്ഷത്തിന് ശുപാർശ ചെയ്യുന്നു, സ്ഥിരം ജോലിക്ക് ശുപാർശ ചെയ്യാമെന്ന് പറയുന്നു. നമ്മൾ അവിടുത്തെ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നു. ഇന്ന് ഈ മന്ത്രിമാരിരിക്കുന്ന യോഗത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളൊരു ശുപാർശ തരുമ്പോൾ നിങ്ങളത് പരിഗണിച്ചില്ലെങ്കിൽ നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാനോ എന്നോടൊപ്പമുള്ള ഒരു ജനപ്രതിനിധി ഒരു വാക്ക് പറഞ്ഞാൽ ജനം വിശ്വസിക്കാത്ത സാഹചര്യമാണ് വയനാട്ടിൽ എന്ന് പറഞ്ഞു. ഇവരെന്താണ് മറുപടി പറഞ്ഞത്? ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ സർവകക്ഷി യോഗത്തിൽ ആവശ്യങ്ങൾ പറയുന്ന ആളുകളും അത് ശുപാർശ ചെയ്യുന്ന ആളുകളും മാത്രമാവുന്ന ഒരു സാഹചര്യം പറ്റില്ല. ഞങ്ങൾ ചെയ്യുന്ന ശുപാർശകളെ അതേ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് അംഗീകരിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ വയനാട്ടിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റൂ, ജനങ്ങളെ കൂടെ നിർത്താൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് സർക്കാർ ഒറ്റയ്ക്ക് പരിഹരിക്കേണ്ടി വരുന്ന സാഹചര്യം വരും. പക്ഷെ അങ്ങനെ അവർക്ക് പരിഹരിക്കാൻ കഴിയത്തുമില്ല. ഒരുമിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം. അതിനകത്ത് എല്ലാ തരത്തിലും ഇപ്പോൾ ഡ്രെയിനേജും ഫെൻസിങ്ങും ഒക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. അതിനെക്കുറിച്ച് മന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടതാണ് കൃത്യമായി ഒരു കാര്യവും അതിൽ ചെയ്തിട്ടില്ല. കൂടുതലായി ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം. ഇവിടെ ശ്രീ വിവേക്, ഇവിടെ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ നോർവേയിലോ സ്വീഡനിലോ ഒക്കെ ഉള്ളതുപോലെ വന്യമൃഗങ്ങളെ സ്ലോട്ടർ ചെയ്തിട്ട് അതല്ലെങ്കിൽ അതിനെ കള്ള് ചെയ്യുക, മാംസം ജനങ്ങൾക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്രായോഗികമാണ്. അതല്ലെങ്കിൽ നമ്മളത് ശിലായുഗത്തിലേക്ക് പോകലാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ നോക്കൂ, അപകടകാരികളായ വന്യജീവികളെ അവർ അപകടമുണ്ടാക്കുന്ന ഘട്ടങ്ങളിൽ വെടിവെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പം നമുക്കറിയാം വയനാട്ടിൽ തന്നെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ 108 ജീവനുകളാണ് ഈ വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം 10 പേരോളം കൊല്ലപ്പെടുന്ന സാഹചര്യം വന്നു. അപ്പോൾ ഇങ്ങനെ അപകടമുണ്ടാക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള ആ പ്രൊവിഷൻ ഉപയോഗിക്കുന്നതിൽ എന്താണ് തടസ്സം? അതെ, അപകടകാരികളായ ജീവികൾ ഇപ്പൊ കളക്ടറുടെ പവർ 133 പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ബെഞ്ചിന്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ മീഡിയക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതിൽ ഓൾറെഡി അതിന് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഈ കളക്ടറുടെ പരിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓണർ ഉള്ള ഒരു ആനിമലിനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലെ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് ആ കളക്ടർക്ക് ആ ഒരു പദവി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിൽ വൈൽഡ് ആനിമൽസിനെ കൊല്ലാനായിട്ടുള്ള ഒരു പെർമിഷൻ കളക്ടർക്ക് ഈ 133 യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോ ഈ വന്യജീവികളെ കള്ള് ചെയ്യണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്ന രീതിയിലുള്ള പ്രോട്ടോകോളുകൾ പാലിക്കണം. അതായത് ആദ്യം ആ ഒരു വൈൽഡ് ആനിമലിനെ കാടിന്റെ ഉള്ളിൽ തന്നെ നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. പുറത്തിറങ്ങിയ ആനിമൽ ആണെങ്കിൽ അതിനുള്ളിലോട്ട് തള്ളി വിടാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഈ പറഞ്ഞ പോലെ ഫെൻസിങ് അതുപോലെയുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് അതിനെ ഉള്ളിൽ നിർത്താൻ ശ്രമിക്കണം. അതിനുശേഷം ഇതുപോലെ ആനകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ റേഡിയോ കോളർ ചെയ്ത് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് അടുത്തൊരു ഓപ്ഷനാണ്. ഇനി ട്രാൻസ്ലൊക്കേഷൻ ഫെയിൽ ആവുന്ന ഒരു ആനിമലിനെ സെമി വൈൽഡ് ക്യാപ്റ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ആനിമലിനെ വെടിവെച്ച് കൊല്ലാനായിട്ടുള്ള അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാടിറങ്ങി ഒരു വഴി തെറ്റി വന്ന ഒരു മൃഗത്തെ വരെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ശിലായുഗം തന്നെയാണത്. അപ്പോൾ അങ്ങനെയല്ല കളക്ടറുടെ പദവിയാണെങ്കിലും വൈൽഡ് ലൈഫ് വാർഡന്റെ പദവിയാണെങ്കിലും ശരി, അതിൽ ശ്രീ അലക്സ് ഒഴികയിൽ ഇപ്പോൾ ഈ ആവശ്യമൊക്കെ കാര്യമായി വരുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം നമ്മളത് പ്രയോഗിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ എത്രമാത്രം സാധ്യമാണ് എന്ന പ്രശ്നമുണ്ട്. കൂടുതൽ നിയമക്കുരുക്കുകൾ വരുമോ എന്ന ആശങ്ക ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്വാഭാവികമായും ഉണ്ട്. പക്ഷേ ഇത് എത്ര കാലം നമ്മൾ ഈ മോഡലിൽ പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതാണ് അഭിലാഷേ, ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിയമ പ്രൊവിഷൻ ഉണ്ട്. കളക്ടറുടെ പവർ, കളക്ടർ എന്ന് പറഞ്ഞാൽ അത് ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ എമർജൻസി പവേഴ്സുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ എമർജൻസി പവർ എന്ന് പറയുന്നത് ബാക്കി എല്ലാ നിയമത്തിൻ്റെ മുകളിൽ വരുന്ന പവറാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞാൻ 3 മാസം മുമ്പ് 2023 ഡിസംബർ 14 എന്നാണ് എൻ്റെ ഓർമ്മ, മൈസൂർ ഡെപ്യൂട്ടി കളക്ടർ, അതായത് മൈസൂർ ജില്ലാ കളക്ടർ അവിടെ 3 പേരെ കൊന്ന പുലിയെ വെടിവെച്ചുള്ള ഉത്തരവിടുകയും കർണാടക മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ മൈസൂർ വന്ന് ക്യാമ്പ് ചെയ്ത് ഈ ഉത്തരവ് നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഏത് കോടതി വിധിയുടെ കാര്യമാണ് ഈ നമ്മുടെ വിവേക് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഈ വിധി ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇത് പറയുന്നത് എനി ആനിമൽ, ഈ 133(1)(f) എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ന്യൂസൻസ് ആണ്. കൃത്യമായിട്ട് അതിനകത്ത് പവർ ഉണ്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പവർ ഉണ്ട്. അത് 2 മാസം മുമ്പ് വരെ കർണാടക ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്താ കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് അങ്ങനത്തെ വിധികളൊക്കെ കോട്ട് ചെയ്യുന്നത് വെറും അസംബന്ധമാണ്. നമ്മുടെ സർക്കാരിന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വിവേക്, ഞാൻ പറയുന്ന കേക്ക്.
ഞാൻ പറഞ്ഞു, അതായത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വേലൂർ മക്കനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വെടിവെച്ചുള്ള ഉത്തരവിടാൻ പറ്റും. ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട്, ചെയ്തിട്ടുണ്ട്. കർണാടകയിലുള്ള അതേ CRPC കേരളത്തിൽ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിവേക് പറഞ്ഞ ഈ ശിലായുഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്, അതായത് ഏറ്റവും മികച്ച രീതിയിൽ പൗരന്മാർക്ക് വിലയുള്ള ഒരു രാജ്യവും ഈ പറഞ്ഞ ഈ നാടകങ്ങളും ഈ മനുഷ്യന്റെ ജീവന വരെയില്ലാത്ത സാഹചര്യം അനുവദിക്കില്ല. ഇവിടെ നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ളതിനൊക്കെ എത്രയോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ആ രാജ്യത്തുണ്ട്. പക്ഷേ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് പുറത്തിറങ്ങിയ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷൂട്ടിംഗ് ഓർഡറാണ്. അല്ലാണ്ട് കളക്ടർ അങ്ങനെ പറഞ്ഞു, വൈൽഡ് ലൈഫ് വാർഡൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മനുഷ്യജീവനായിട്ട് പന്ത് കെട്ടുന്ന പരിപാടി പൗരന് വിലയുള്ള ജനാധിപത്യ രാജ്യത്ത് നടക്കില്ല. നമ്മുടെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വീണ്ടും ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് സമഗ്രമായിട്ട് പൊളിച്ചെഴുതണം. 2022 ഈ നിയമ ഭേദഗതി വന്നപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടൊരു 20 പേജുള്ള ഡോക്യുമെന്റ് കൊടുത്തതാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി അടക്കം ഒരു വാക്ക് പോലും അതിനകത്ത് മിണ്ടിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് വെർമിൻ കാറ്റഗറി തന്നെ എടുത്തു കളയണമെന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ 10 പേര് ആ വർഷം കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ മണ്ഡലത്തിന് പ്രതിനിധിയായിട്ട് അദ്ദേഹം പറഞ്ഞത് വെർമിൻ കാറ്റഗറി എടുത്തു കളയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ കാര്യത്തിലുള്ള താല്പര്യമില്ലായ്മ, അതാണ് ഇതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഈ താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് കേട്ടോ. അവർക്ക് വേറെ ചില താല്പര്യങ്ങളുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു വന്നപ്പം അതിനിടയ്ക്ക് മന്ത്രി വന്നുകൊണ്ട് കട്ടായിപ്പോയി. അതായത് കേരളത്തിലെ വനം 4% വർദ്ധിപ്പിക്കണമെന്ന് ഈ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഫോറസ്റ്റ് മന്ത്രി ശശീന്ദ്രൻ കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇനിയും എന്തിനാണ് വനം വർദ്ധിപ്പിക്കുന്നത്? 29.65% റിസർവ് ഫോറസ്റ്റും 54% ഫോറസ്റ്റ് കവറും 60% ട്രീ കവറും ഉണ്ട്. ഓൾ ഇന്ത്യ ശരാശരി വെറും 22% ഫോറസ്റ്റ് കവർ. 22% ഓൾ ഇന്ത്യ ഉള്ളപ്പോൾ നമ്മൾ 54. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഫോറസ്റ്റ് നയപ്രകാരം 2030 എത്തുമ്പോൾ നമുക്ക് വേണ്ട ഫോറസ്റ്റ് കവർ 33%. നമ്മൾ ഓൾറെഡി 54 നിൽക്കുക. വന്യമൃഗങ്ങൾ എണ്ണം എടുത്താൽ എല്ലാത്തിലും ദേശീയ ശരാശരിയേക്കാൾ ഒരുപാട് കൂടുതൽ. ആനയുടെ കണക്ക് ഇന്ത്യ രാജ്യത്ത് 30,000 ആനയാണ്. അത് 6,000 എണ്ണം കേരളത്തിലാണ്. 20%. ഇന്ത്യ രാജ്യത്തിന്റെ വിസ്തീർണത്തിന് 1.2% ഉള്ളൂ കേരളം. അവിടെയാണ് ഇന്ത്യയിലുള്ള മൊത്തം ആനകളുടെ 20% വരുന്നത്. കടുവകൾ 200 കേരളത്തിലെ മൊത്തം കടുവകളുടെ എണ്ണം. ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള ഒരു പൊതുബോധം എന്ന് പറയുന്നത്, കേരളം നമ്മൾ മലയാളികൾ പരിസ്ഥിതിയൊക്കെ നശിപ്പിച്ചു, ഇവിടെ ഇനി വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല, നമ്മൾ അതിഭീകരമായിട്ട് വനം നശിപ്പിക്കുന്നു, പരിസ്ഥിതി നശിപ്പിക്കുന്നതൊക്കെയാണ്. തികച്ചും തെറ്റാണ്. ഈ വിവേകിനെ പോലുള്ള ആളുകൾ വനംവകുപ്പ് ചർച്ചയ്ക്ക് വരുമ്പോൾ മിനിമം വനംവകുപ്പിന്റെ റിപ്പോർട്ടുകളെങ്കിലും വായിക്കണം. 1956 25% വനം, ഇപ്പൊ 29.65%. അത് കൂടിക്കൊണ്ടിരിക്കുന്നു. വന്യമൃഗങ്ങളെല്ലാം കൂടുന്നു. ആനകൾ 4000 നിന്ന് 7000 കൂടിയിരിക്കുന്നു. കടുവയുടെ കാര്യം ഞാൻ പറഞ്ഞു, കാട്ടുപോത്ത്. ഏത് മൃഗമെടുക്ക് കണക്കുകൾ വനംവകുപ്പിന്റെ വെബ്സൈറ്റിലുണ്ടല്ലോ, അത് നിങ്ങൾ കോട്ട് ചെയ്യ്. NDCയുടെ കടുവയുടെ എണ്ണം 3600 കടുവകൾ ഇന്ത്യ രാജ്യത്ത് മൊത്തം ഉണ്ട്. അതിന്റെ സ്ട്രൈപ്സും അതിന്റെ ഫോട്ടോയും അടക്കം കൃത്യമായിട്ട് അതിന്റെ സീരിയൽ നമ്പർ അടക്കം NDCയുടെ വെബ്സൈറ്റിലുണ്ട്. ശരി, ഇതെല്ലാം കൃത്യമായിട്ട് കണക്കുള്ള സംഗതിയാണ്. പദ്ധതിയുടെ ഭാഗമായിട്ട് വനം വിസ്തൃതി കൂട്ടുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. കാരണം അത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒന്നിപ്പിക്കാനുള്ള ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഇടുക്കിയിൽ എന്താ നടക്കുന്നത്? ഇടുക്കിയിൽ ചിന്നക്കനാൽ പഞ്ചായത്തും ശാന്തമ്പാറ പഞ്ചായത്ത് പൂപ്പാറ പഞ്ചായത്തും അത് ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ ഈ റിസർവ് വനം ഇല്ലാത്ത സ്ഥലം അവർ റിസർവായിട്ട് പ്രഖ്യാപിച്ചു ചിന്നക്കനാലില്. റവന്യൂ ലാൻഡാണ്. എന്തിനാണ് റവന്യൂ ലാൻഡ്? ഇതൊക്കെയാണ് സ്ഥലം റവന്യൂ ലാൻഡാണ്. അവിടെ 1 ഇഞ്ച് വനഭൂമിയില്ല ചിന്നക്കനാൽ പഞ്ചായത്തില്. അവിടെ പുതുതായിട്ട് റിസർവ് വനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ആരോപണങ്ങളാക്കാൻ. അതിന്റെ ഫലമായിട്ട് ആളുകളെ ഒഴിപ്പിക്കുന്നു. കാശ് കൊടുത്ത് ഒഴിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾ എന്ന ജൈവായുധം ഉപയോഗിച്ച് ആളുകളെ ഒഴിപ്പിക്കുന്നു. വന്യമൃഗങ്ങൾ ജൈവായുധങ്ങളാണ് എന്ന ആരോപണമാണ് കിഫ ആരോപിക്കുന്നത്. ഓരോ സംഘടനയ്ക്ക് ഓരോ ആരോപണങ്ങൾ. എനിക്കൊരു അഭിപ്രായം പറയാം ശ്രീ വിവേക്. ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ കിഫ പറയുന്നത് അവരുടെ പ്രൊപ്പഗാൻഡയാണ്, അതല്ലെങ്കിൽ അവരുടെ ആ തരത്തിലുള്ള ഗൂഢാലോചന തിയറിയാണ് എന്ന് താങ്കൾക്ക് വാദിക്കാം, അല്ലെങ്കിൽ ആർക്കും വാദിക്കാം, എനിക്കും വാദിക്കാം. പക്ഷെ നോക്കൂ, നമ്മുടെ രാജ്യത്ത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ പറയുന്നത് എന്താ? 1980 ഉണ്ടായിരുന്ന ആനകളെക്കാൾ ഇരട്ടി എണ്ണം ആനകൾ ഇപ്പോൾ നമ്മുടെ വനമേഖലയിൽ ഉണ്ട് എന്നാണ്. നോക്കൂ, അങ്ങനെ 40 വർഷം കൊണ്ട് ആനകളുടെ എണ്ണം ഇരട്ടിയായാൽ അത് നമ്മുടെ കാടുകളുടെ ക്യാരിയിങ് കപ്പാസിറ്റിയിലേക്കാൾ കൂടുതലാവില്ലേ സ്വാഭാവികമായിട്ടും? ഇപ്പൊ പന്നികൾ, അത് സ്വാഭാവികമായി ഇപ്പോൾ നമ്മുടെ തദ്ദേശീയരായ ജനവിഭാഗം അടക്കം ഭക്ഷിച്ചുകൊണ്ടിരുന്ന പന്നി വന്യമൃഗമാകുമ്പോൾ, കാട്ടുപന്നിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, സ്വാഭാവികമായും അതിന്റെ എണ്ണം പെരുകുന്നു. നമ്മുടെ മലയോര മേഖലകളിൽ കാട്ടുപന്നി ആക്രമണമില്ലാത്ത ഏതെങ്കിലും ഇടം ബാക്കിയുണ്ടോ? അപ്പോൾ 344 ചതുരശ്ര കിലോമീറ്ററിൽ 157 കടുവ എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ മേഖലയെ സംബന്ധിച്ച് അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ? അപ്പൊ എണ്ണം കൂടുന്നില്ല, ഇതൊക്കെ വേറെ ആളുകളുടെ കണക്കാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കും?
അല്ല, നമ്മൾ എണ്ണം കൂടുന്നില്ല എന്ന് പറഞ്ഞില്ല. നമ്മളിപ്പോ മൃഗങ്ങളുടെ എണ്ണം കൂടുന്നത് പഠിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ആചാരരാകുന്നുണ്ട്. ഈ മനുഷ്യരുടെ എണ്ണം എന്താ കൂടുന്നില്ലേ? കേരളത്തിൽ മനുഷ്യന്മാര് മാത്രം ഇങ്ങനെ ആ നമ്പറിൽ തന്നെ നിൽക്കുവാണോ? കേരളത്തിൽ മനുഷ്യപ്പെരുപ്പവും ഉണ്ട്. അപ്പൊ മനുഷ്യര് പെരുകുന്നു, മൃഗങ്ങൾ പെരുകുന്നു. മനുഷ്യര് കാടുന്നു, മൃഗങ്ങൾ കാടിറങ്ങുന്നു. അതാണ് ഇപ്പൊ നടക്കുന്ന ഫെർട്ടിലിറ്റി റേറ്റ് താഴെയാണ്. 2.1 താഴെയാണ് ഇവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ്. അത് മനസ്സിലാക്ക്. ആ ഫെർട്ടിലിറ്റി റേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് രാവിലെ ഇപ്പൊ ബേലൂർ മക്കനെ പള്ളിപ്പറമ്പിൽ വന്നു എന്ന് ഫാദർ പറയുന്നുണ്ടായി. റിസർവ് ഫോറസ്റ്റിലാണ് ഇന്നലെ കോടതിയിൽ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ ഫോറസ്റ്റിൽ നിൽക്കുന്ന ആന എങ്ങനെ പള്ളിപ്പറമ്പിൽ എത്തുന്നത്? ഫോറസ്റ്റിലാണ് പള്ളിപ്പറമ്പ്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അവിടെ നടക്കുന്ന ഫാക്ച്വൽ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യണം. വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, വയനാട്ടിലുള്ള കാടുകളുടെ വിസ്തൃതി, കാടുകളുടെ ഉള്ളിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, അതെല്ലാം സംസാരിക്കുന്നത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും നമ്മളെ പോലെയുള്ള ആളുകൾ വന്യജീവികളെ ആക്രമിക്കുന്നുണ്ടോ? ഈ വന്യജീവികള് ജനവാസ കേന്ദ്രത്തിലോട്ടാണ് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, റിസർവ് ഫോറസ്റ്റിലാണ് വൈൽഡ് ലൈഫ് വാർഡൻ പറയുന്നത്. ഇന്ന് ആന പുറത്തിറങ്ങി പള്ളിപ്പറമ്പിലോട്ട് വരുന്നത് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് വിശ്വസിക്കും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാടിലുള്ള മൃഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള അതാണ്. അതുപോലെ മനുഷ്യന് ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ ഇല്ല. മനുഷ്യൻ ഇങ്ങനെ വനാതിർത്തികളിൽ തന്നെ പശുക്കളെ മേയാൻ വിടുന്നു. പശുക്കൾ അവിടെ മനുഷ്യന്റെ ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ട്. മനുഷ്യന്റെ പറമ്പിലാണ് നിൽക്കുന്നത്. മനുഷ്യൻ കാട്ടിലേക്ക് കയറാറില്ല. മനുഷ്യന് കൃത്യമായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ട്. വന്യമൃഗങ്ങൾ വനത്തിൽ നിൽക്കണം. വായിച്ചുള്ളൂ കാടിന്റെ ഉള്ളിലുള്ള പോത്ത് വളർത്തലിനെ പറ്റി. ശരി ശരി, നമുക്ക് ഒരു ഇടവേള അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ. ഇടവേള എടുത്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഞാൻ മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഫാദർ, അങ്ങേക്ക് 2 മിനിറ്റ് ഈ വാദങ്ങളോട് പ്രതികരിക്കാം. ഈ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ആക്രമിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ മനുഷ്യൻ കാട്ടിൽ കയറി ഈ വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. ജനങ്ങൾ അധിവസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ വരുന്ന വന്യമൃഗങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യണം. അതിന് ഈ പ്രോട്ടോക്കോൾ നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ്റെ ജീവൻ ഒന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ മൃഗസ്നേഹികൾക്ക് മനുഷ്യനെ പറ്റിയാണല്ലോ അസ്വസ്ഥത. ഏത് മനുഷ്യനാണ് മൃഗത്തെ കാട്ടിൽ കയറി ആക്രമിക്കുന്നത്? അങ്ങനെ ആക്രമിക്കുന്നുണ്ട്, അതിനെതിരെ നടപടിയെടുക്കണം. ഞങ്ങളാരും അതിനെതിരല്ല. ജനവാസ കേന്ദ്രത്തിൽ കടന്നു കയറി ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങൾ അക്രമകാരികളാണ്. അതിനെ നശിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ വെറുതെ മൃഗങ്ങളെല്ലാം കൊല്ലണമെന്ന് ആരും പറയുന്നില്ല. അതുപോലെ മനുഷ്യൻ പെരുകുന്നുണ്ടല്ലോ എന്നൊക്കെ എത്ര ബാലിശമായ വാദഗതികളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട അലക്സ് സാർ അവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നും. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അതുപോലത്തെ വികസിത രാജ്യങ്ങളിലെയും കാര്യമൊക്കെ ശ്രീ വിവേക് കെ വിശ്വനാഥ് പറയുന്നത് കേട്ടു. അദ്ദേഹം ആ സ്ഥലത്ത് പോയി താമസിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് വല്ല അനുഭവമുണ്ടോ? 15 വർഷം ജർമ്മനിയിൽ ജീവിച്ച അനുഭവമുള്ള ആളാണ് എനിക്കറിയാം ആ നാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ മനുഷ്യൻ വികസിത രാജ്യങ്ങളിൽ ചിന്തിക്കാൻ വിവേകബുദ്ധിയുള്ള മനുഷ്യന് ഈ മൃഗങ്ങൾ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ, വളർന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യാണ്ട് നിയമമുണ്ടാക്കാൻ അവർക്ക് വിവേകമുണ്ട്. എന്തേ ഇവിടെ നമ്മളിതൊന്നും മനസ്സിലാക്കാത്തത്? മനുഷ്യനാണോ മൃഗമാണോ വലുത്? മനുഷ്യജീവനും മൃഗജീവനും നേർക്കുനേരെ വന്നാൽ ഒരു മനുഷ്യന്റെ ജീവനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തേ ഈ മൃഗസ്നേഹികൾ മനസ്സിലാക്കാത്തത്? ശരി, എന്റെ സമയം പൂർണ്ണമായി അവസാനിച്ചു. ഒരു വാചകം പറഞ്ഞോളൂ ശ്രീ വിവേക്. സോ ഈ നമ്മൾ പറയുന്നത് ഈ കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം വനംവകുപ്പിനുണ്ടല്ലോ. അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പരിധികളിൽ നിന്നുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാനഡയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോ അവിടെയുള്ള തർക്കത്തിലേക്ക് സമയമില്ല. എന്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും മന്ത്രിക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.